أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأتباعه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب يسر ولا تعسر وزدنا علما وحلما وحفظا وأقلا وأدبا كاملا. رب تمم بالخير والسعادة برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. فسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. والذين إذا فعلوا فاحشة أو ظلموا ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. روي عن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم دخلت الجنة فرأيت في عارضتي الجنة مكتوبا 3 أسطر بالذهب. السطر الأول لا إله إلا الله محمد رسول الله صلى الله عليه وسلم. والسطر الثاني ما قدمنا وجدنا وما أكلنا ربعنا وما خلفنا خسرنا. والسطر الثالث أمة مذنبة ورب غفور أو كما قال سيدنا رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ പരിശുദ്ധ റമദാനിന്റെ 2ാമത്തെ പത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിന്റെ ഹിദായത്തിന്റെ ദുആയുടെ സ്വലാത്തിന്റെ സിക്റിന്റെ സലാമിന്റെ മജ്‌ലിസിൽ കുറച്ച് സമയം നമുക്ക് വന്നിരിക്കാനും പറയുവാനും കേൾക്കുവാനും സൗഭാഗ്യം വന്നതുപോലെ ഇത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും പ്രയോജനപ്പെടുത്താനുമുള്ള വലിയ സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ജന്നത്തിൽ ഫിർദൗസിൽ സായിമീങ്ങളോടൊപ്പം ഖായിമീങ്ങളോടൊപ്പം മുഹ്സിനീങ്ങളോടൊപ്പം മുതവാദികളോടൊപ്പം അല്ലാഹുവിന്റെ മുർസലീങ്ങളോടൊപ്പം ആലിമീങ്ങളോടൊപ്പം ആരിഫീങ്ങളോടൊപ്പം അല്ലാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നമ്മുടെ ആശ്രിതരെയും സ്നേഹിതരെയും സഹായികളെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവരെയും ഒക്കെ അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പഠനകാലത്തും പഠനശേഷവും എപ്പോഴും നമ്മെ ഇൽമിന്റെ ആൾക്കാരെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള അഭ്യുദയകാംക്ഷികളെല്ലാം മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമദാൻ അതിൻ്റെ എല്ലാ പുണ്യങ്ങളോടുകൂടിയും മഹാത്മ്യങ്ങളോടുകൂടിയും
നമ്മളിലേക്ക് വന്ന് അതിൻ്റെ അനുഗ്രഹങ്ങളെ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ 10 ദിനരാത്രങ്ങൾ നമ്മെ തഴുകി തലോടി കടന്നുപോയത് നമ്മൾ അറിഞ്ഞില്ല. ഇമാമ ദുആയില് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സ്വല്ലൽ ജന്ന പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ എന്നതിന് പകരം അല്ലാഹുമ്മ അഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവേ റഹ്മത്തിന്റെ 10 തീർന്നല്ലോ, ഇനി മഗ്ഫിറത്തിന്റെ 10. പടച്ചറപ്പിന്റെ മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹു ഒരു 10 നിശ്ചയിച്ചു തന്നിരിക്കുകയാണ് നമുക്ക്. മഗ്ഫിറത്ത് വലിയ കാര്യമാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുവാനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വലിയ കാര്യമാണ് എന്ന് പറഞ്ഞു. ഖുർആനിൽ സ്ഥലത്ത് കാണാം, റഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ ശേഖരിക്കുന്ന സംഘടിപ്പിച്ചു വെക്കുന്ന എല്ലാത്തിനേക്കാളും വലുതാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. അല്ലാഹുവിന്റെ ഖുർആനിൽ സ്ഥലത്തെ പ്രയോഗമാണ് റഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. നമ്മൾ സംഘടിപ്പിച്ചു വെക്കുന്ന സർവ്വതിനേക്കാളും ഉത്തമമായത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. പടച്ചവന്റെ റഹ്മത്തിൽ നമ്മൾ പാത്രീഭൂതരായാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലാഹുവിന്റെ സലാം നിന്റെ മേലുണ്ടാകട്ടെ, റഹ്മത്ത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും നിന്റെ മേലും ഉണ്ടാകട്ടെ. സത്യവിശ്വാസികൾ തമ്മിൽ കണ്ടാലുള്ള അഭിവാദനത്തിന്റെ രീതിശാസ്ത്രമാണ്. റഹ്മത്തിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റഹ്മാനും റഹീമും എന്ന വസ്ഫിനെ ആവർത്തിച്ച് പറഞ്ഞു ഖുർആനിൽ എല്ലാ അധ്യായങ്ങളുടെ തുടക്കത്തിലും വന്നൊഴികെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞു. ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റഹ്മാഉ ബൈനഹും എന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ് റഹ്മത്ത് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ മഗ്ഫിറത്തിനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മഗ്ഫിറത്ത് വലിയ കാര്യമാണ്. ഇപ്പോ റമദാൻ തുടങ്ങിയപ്പോൾ നമ്മളോട് പറയപ്പെട്ട ഹദീസ്, മൻ സ്വമ റമദാന ഈമാനൻ വഹ്തിസാബൻ. ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്താൽ വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവന്റെ മുൻ പാപങ്ങൾ പൊറുക്കപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് കിട്ടും. അതുപോലെ കാണാം, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാനിന്റെ എല്ലാ രാത്രികളിലും നഷ്ടപ്പെടുത്താതെ തറാവീഹ് നമസ്കരിച്ചാൽ വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. ഈ 2 കണ്ടീഷൻ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. എന്തിന് നോമ്പ്, എന്തിന് തറാവീഹ്? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, അള്ളാഹു പറഞ്ഞ വാഗ്ദാനങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. ശാസ്ത്രം പറഞ്ഞ സയൻസിന്റെ രീതിശാസ്ത്രങ്ങളും സയൻസിന്റെ യുക്തിക്കും വേണ്ടി അല്ല. ചിലപ്പോഴേക്കും നമ്മൾ നോമ്പിനെ പറഞ്ഞിട്ട്, നോമ്പിന്റെ പ്രകൃതിപരമായ നേട്ടങ്ങളെ പറഞ്ഞിട്ട്, മനുഷ്യ ശരീരത്തിലുണ്ടാക്കുന്ന നന്മകളെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നീയത്ത് മാറിപ്പോകണം. നോമ്പ് കുടിച്ചാൽ അസുഖങ്ങളൊക്കെ മാറിപ്പോകും, ശരീരമൊക്കെ നല്ല സെറ്റാവും, നല്ല ഡയറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നോമ്പിന്റെ നീയത്ത് മാറ്റിക്കളെ പാടില്ല. വിശ്വാസത്തോടു കൂടിയും അല്ലാഹും റസൂലും പറഞ്ഞു പഠിപ്പിച്ച പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും ആരെങ്കിലും നോമ്പെടുത്താൽ, ആരെങ്കിലും തറാവീഹ് നിന്ന് നമസ്കരിച്ചാൽ, തറാവീഹിന്റെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, ദാഹമുണ്ട്, ശക്തമായ ചൂടാണ്, വിയർപ്പാണ്. പക്ഷേ പടച്ചവൻ പറഞ്ഞ പ്രതിഫലത്തെ കിട്ടാൻ വേണ്ടി ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ മഹാത്മ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ഇതാ തറാവി വീണ്ടും വീണ്ടും ക്ഷമയോടെ അവധാനതയോടെ ഞാൻ നിർവഹിക്കുകയാണ്. ഇങ്ങനെ നോമ്പെടുത്തു. ശക്തമായ ചൂട് സമയത്ത് നോമ്പ്,
ശക്തമായ ചൂട്. എല്ലാവരും അന്തം വിട്ട് ഉമ്മത്തിനെ നോക്കുകയാണ്. ഉമ്മത്ത് എങ്ങനെ നോമ്പ് പിടിക്കുന്നു ഈ ചൂടിൽ? വെറുതെ നിൽക്കാൻ കഴിയുന്നില്ല. 3 നേരം 4 നേരം ഭക്ഷണം കഴിച്ചിട്ട് ആവശ്യം പോലെ വെള്ളം കുടിച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഈ ഉമ്മത്ത് വല്ലാത്ത ഉമ്മത്തെയാണ്. അള്ളാഹു കബൂലാക്കി തരട്ടെ. ആമീൻ. ഈമാന്റെ പവറാണത്. ശരി, നോമ്പ് പിടിച്ചു, നിസ്കരിച്ചു, തറാവീഹ് നിർവഹിച്ചു. എന്താണ് അതിന് അള്ളാഹു പറഞ്ഞെന്നറിയാമോ? മഗ്ഫിറത്ത്. മഗ്ഫിറത്ത്. വീണ്ടും ഹദീസിൽ കാണാം, മൻ ഫത്തറ സായിമൻ, ഈ മാസത്തിലെ നോമ്പുകാരനെ നോമ്പുതുറ ആരെങ്കിലും നടത്തിയാൽ കാന ലഹു മഗ്ഫിറത്തുൻ ലിദുനൂബിഹി, അവന്റെ പാപങ്ങൾക്ക് മോചനം കിട്ടും. അതിന് പാപമോചനമുണ്ട്. അപ്പൊ നോമ്പുടിച്ചാലും മഗ്ഫിറത്ത്, തറാവീഹ് മഗ്ഫിറത്ത്, ഒരു നോമ്പ് തുറ നടത്തിയാലും മഗ്ഫിറത്ത്. എല്ലാത്തിനും മഗ്ഫിറത്താണ്. അതെ, എല്ലാത്തിനും മഗ്ഫിറത്താണ് വലിയ കാര്യം. മഗ്ഫിറത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ, മഗ്ഫിറത്ത് നമ്മൾ നേടിയില്ലെങ്കിൽ മുഅ്മിനീങ്ങളെ നമ്മുടെ സർവ്വ സ്വപ്നങ്ങളും അസ്തമിച്ചു പോകും കേട്ടോ. നമ്മൾ നിസ്കരിക്കുന്നവരാണ്, നമ്മൾ നോമ്പെടുക്കുന്നവരാണ്, ഖുർആൻ, ഹജ്ജ്, സക്കാത്ത്, ഉംറ, സദഖ എല്ലാം നമ്മളിലുണ്ട്. കുറച്ച് പാവങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ ചെയ്തിട്ട് പാവങ്ങൾ പൊറുപ്പിച്ചു തരാനുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഒന്നു കൊടുക്കുമ്പോ പാവം പുറത്തു പോകും. കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത തെറ്റുകൾ പുറത്തു പോകും. മുഖം കഴുകുമ്പോ മുഖം കൊണ്ട് ചെയ്ത, കണ്ണുകൊണ്ട് ചെയ്ത, നാവ് കൊണ്ട് ചെയ്ത തെറ്റുകൾ പുറത്തു പോകും. കാല് കഴുകുമ്പോ കാലുകൊണ്ട് ചെയ്ത തെറ്റുകളും പുറത്തു പോകും. ഒരുവന്റെ വീട്ടുപടിക്കലൂടെ നദി ഒഴുകുകയാണ്. അതിൽ 5 നേരം കുളിച്ചാൽ അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ? ഇല്ല. എങ്കിൽ 5 നേരം കൊടുത്ത് നിസ്കരിക്കുന്നവന്റെ ഉള്ളിൽ ഒരു കുറ്റങ്ങളും അവശേഷിക്കുകയില്ല. ഏത് കുറ്റം? ചെറിയ കുറ്റം. പാപങ്ങൾ 2 തരമുണ്ട്, ചെറിയ കുറ്റമുണ്ട്, വലിയ കുറ്റമുണ്ട്. അപ്പൊ പുറത്ത് ഇങ്ങനെ നന്മ, ഒരാൾ എന്റെ മേൽ സലാത്ത് ചൊല്ലിയാൽ അവന് 40 നന്മകൾ കിട്ടും. 10 നന്മകൾ അവൻ എഴുതും, 10 തിന്മകൾ മാച്ചുകളയും, 10 റഹ്മത്ത് അല്ലാഹു ഇറക്കി കൊടുക്കും, 10 ദറജ അല്ലാഹു അവനെ ഉയർത്തി വെക്കും. ഒറ്റ സ്വലാത്താണ്, 1-ന് 40. അപ്പൊ ഇത്തരത്തിൽ നന്മകൾ ചെയ്ത് പൊറപ്പിക്കാവുന്ന കുറ്റങ്ങൾ ചെറുകുറ്റങ്ങളാണ്, സഗായിറാണ്, സഗായിർ. അപ്പൊ പിന്നെ കബായിർ എന്ന് പറഞ്ഞൊരു ഇനമുണ്ട്, വലിയ കുറ്റങ്ങൾ. കള്ളുകുടി, വ്യഭിചാരം, കൊല, അമ്മാതിലുള്ള വലിയ വലിയ കുറ്റങ്ങൾ. അതിന് വേണ്ടത് ശർത്തുത്ത തൗബ ചെയ്യണം. അതിന് പറയപ്പെട്ട കണ്ടീഷനുകളെ പാലിച്ചുകൊണ്ടുള്ള പൂർണ്ണമായ തൗബ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. വിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായ തൗബ ചെയ്യൂ, നസൂഹായ തൗബ ചെയ്യൂ. എന്താണ് നസൂഹായ തൗബ? കണ്ടീഷനൊത്ത തൗബ, സിഫത്തൊത്ത തൗബ. വെറും തൗബയല്ല, കാക്ക തൗബയല്ല, കണ്ടീഷനൊത്ത തൗബ. എന്താ കണ്ടീഷനൊത്ത തൗബ? ഉത്ലുബു മതാബൻ ബിന്നദാമതി മുഖ്ലിഅ ബിഅസ്മി തർകി ദംബി ഫീമസ്തഖ്ബല. അതിന്റെ കണ്ടീഷനൊത്ത തൗബ ചെയ്യണം. ആ കണ്ടീഷനൊത്ത തൗബ ചെയ്താൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ ജയിക്കും, നിങ്ങൾ വിജയിക്കും. തൗബ ചെയ്യുക പറഞ്ഞാൽ ചെയ്ത പാപത്തിൽ നിന്ന് ഉമ്മ തള്ളപ്പെട്ടതുപോലെ, ഉമ്മ പെറ്റതുപോലെ പാപത്തിൽ നിന്ന് മോചനായി തീരുക, എങ്കിലേ ജയിക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ വഴിയുള്ള സഞ്ചാരത്തിന്റെ 1ാമത്തെ പടി തൗബയാണ്. ഓരോ റമദാനും ഓരോ വെള്ളിയാഴ്ചയും നമ്മളിലേക്ക് വന്ന് കടന്നു പോകുമ്പോഴും തൗബയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മരിക്കുമ്പോൾ ഒരു തെറ്റും പേര് ആഖിറത്തിൽ പോകാതിരിക്കാൻ, അള്ളാന്റെ മുമ്പിൽ ഒരു തെറ്റിന്റെയും പേരിൽ വിചാരണ ചെയ്യപ്പെടാതിരിക്കാൻ, കോടാനുകൂടി മനുഷ്യ മക്കൾ ഒരുമിച്ച് കൂടിയ മഹ്ശറിന്റെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു തെറ്റിന്റെ പേരിൽ നമ്മളോട് ചോദ്യം ചെയ്താൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ. നമ്മൾ എത്ര വലിയ നിസ്കാരക്കാരാണെങ്കിലും, നമ്മൾ എത്ര വലിയ തലകെട്ടാണെങ്കിലും, നമ്മൾ എത്ര വലിയ ഹാജിയാണെങ്കിലും,
എത്ര വലിയ മുതസദ്ദിഖീനാണെങ്കിലും എത്ര വലിയ മുൻഫിഖീനാണെങ്കിലും എങ്ങാനും ഒരു തെറ്റിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നാൽ, ഒരു വിചാരണയ്ക്ക് വിധേയനാകേണ്ടി വന്നാൽ, ഒരു ക്ലിയറൻസ് ഉണ്ട്, ചെറിയതായിട്ടൊന്ന് ക്ലിയർ ചെയ്യണം, അതിനൊന്ന് അവിടെ പോയിട്ട് വന്ന് ക്ലിയർ വരും. وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. പടച്ചറബ് അവന്റെ അടിമകളോട് ഒരു കിത്തുനീറിന്റെ കണക്കനുസരിച്ച് പോലും ദുൽമു ചെയ്യൂല. നോമ്പ് മുറിക്കാൻ നേരത്ത് ഈത്തപ്പഴം എടുത്ത് തിന്നുമ്പോ ഈത്തപ്പഴം തിന്നിട്ട് എന്റെ കുരു കയ്യിൽ വെക്കുമ്പോ അതിനകത്ത് ചെറിയൊരു പാട ഇരിപ്പുണ്ട്. ആ പാടയുടെ പേരാണ് ഖുർആനിൽ പറഞ്ഞത്. അത്ര പോലും ദുൽമു കാണിക്കില്ല. ഐ മീൻ അള്ളാഹു ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, ഒരു അണുവിന്റെ അളവ് നന്മ ചെയ്തെങ്കിലും അവനത് കാണേണ്ടി വരും, സമാധാനം പറയേണ്ടി വരും. ഒരു അളവിന്റെ തിന്മ ചെയ്താലും അതും കാണേണ്ടി വരും. അത് ഇവിടെ വെച്ച് കരഞ്ഞ് വിളിച്ച് തൗബ ചെയ്ത് മഗ്ഫിറത്ത് വാങ്ങി പോയിട്ടില്ല എങ്കിൽ വല്ലാഹി തമ്പുരാനാണ് ഞാൻ നിങ്ങളോട് കാണേണ്ടി വരുമേ, അതിലൊരു സംശയമില്ല. പടച്ചറബ് അത്ര ക്ലിയറാണ്, പടച്ചറബ് അത്ര കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു ഒരായിരം അവസരങ്ങളെ ഭൂമിയിൽ വെച്ച് നീട്ടി നമ്മുടെ മുമ്പിൽ, നീ അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, കരയി കണ്ണീരൊടിപ്പിക്ക്, തൗബ ചെയ്യ്, പശ്ചാത്തപിക്ക്, മരണം വരണം, ഉസ്താദ് പറയണം, പള്ളി വരണം, സലാത്ത് വരണം, എന്തെല്ലാം എന്തെല്ലാം. എത്ര റമദാൻ നമ്മളിലൂടെ കടന്നുപോയി, എത്ര മഗ്ഫിറത്തിന്റെ പത്ത് നമ്മൾ നോമ്പ് പിടിച്ചു വിട്ടു, എത്ര എത്ര മജ്ലിസുകൾ കയറി ഇറങ്ങി പാവങ്ങൾ കൊണ്ട്, പക്ഷെ പൊറപ്പിച്ചെടുത്തിട്ടില്ല. മഗ്ഫിറത്ത് വാങ്ങിയിട്ടില്ല എങ്കിൽ പടച്ചറബിന്റെ മുമ്പ് ചെന്നാൽ അല്ലാഹു വളരെ കൃത്യമാണ്, എല്ലാം റെക്കോർഡിക്കലാണ്. وَكُلَّ شَيْءٍ أَحْصَيْنَاهُ كِتَابًا. കൃത്യം റെക്കോർഡാക്കില്ല. കുല്ല ഷൈ, എല്ലാം ഡിജിറ്റൽ റെക്കോർഡിംഗ് ആണ്. എല്ലാം വിത്ത് CCTV ഫുട്ടേജ് സഹിതം അവിടെ റെക്കോർഡിക്കലാണ്. എവിടെ പോയി, എന്ത് ചെയ്തു, എന്തൊക്കെ കാട്ടി, എന്തൊക്കെ ചിന്തിച്ചു എന്ന് വരെ. നമ്മൾ CCTVയിൽ നിലവിൽ എത്ര വലിയ AI സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് നൽകാൻ പറ്റുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്ന ഫുട്ടേജുകൾ എടുക്കാൻ പറ്റുള്ളൂ. അവന്റെ മനസ്സിലെന്ത് കരുതി എന്നൊരു പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ പടച്ചറബിന്റെ മോണിറ്ററിംഗിൽ അതും കൂടി ഇൻക്ലൂഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, തറാവീസ്കരിച്ചപ്പോൾ നമ്മൾ എന്താ മനസ്സിൽ കരുതി? ഞാൻ ഈ സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ എന്ത് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നേ? എന്റെ മുന്നിൽ ഇരിക്കുന്നവർ എന്ത് ചിന്തിച്ചുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കുന്നേ? പടച്ചറബ് കൃത്യമായിട്ട് അതെല്ലാം റെക്കോർഡാക്കി വെച്ച് കളഞ്ഞല്ലോ. സൂറത്തുൽ കാഫിൽ നമ്മൾ പഠിച്ച വചനം, മാലിഹാദൽ കിതാബ് ലാ യഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു കിതാബാണ് പടച്ചറബേ, എന്തൊരു കിതാബാണ്. ആ വർത്തമാനം അങ്ങനെയാണ്, ആ പ്രയോഗം അങ്ങനെയാണ്. മാലിഹാദൽ കിതാബ്, ഈ കിതാബിന് എന്ത് പറ്റി? ഒന്നും കളഞ്ഞിട്ടില്ലല്ലോ. എവിടെ പോയതും എന്ത് ചെയ്തതും ഏത് സമയത്ത് കാട്ടിക്കൂട്ടിയതും എല്ലാം റെക്കോർഡാക്കി വെച്ചിരിക്കുന്നല്ലോ. മക്തൂബ് മീൻസ് റെക്കോർഡഡ്. ലാ യഗാദിറു സഗീറതൻ വലാ കബീറതൻ, ചെറുതും കളഞ്ഞില്ല വലുതും കളഞ്ഞില്ല, എല്ലാം അല്ലാഹു സുബ്ഹാനഹു നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് ചെല്ലാൻ പടച്ചറബ് സൂറത്തുൽ ആൽ ഇംറാനിലൂടെ 133 മുതൽ 136 വരെയുള്ള സൂക്തങ്ങളിൽ ഇങ്ങനെയാണ് നമ്മോട് സംസാരിക്കുന്നത്. وسارعوا إلى مغفرة من ربكم وجنة. സത്യവിശ്വാസികളെ നിങ്ങൾ പെട്ടെന്ന് പോയി, വേഗത്തിലാവി, സ്പീഡപ്പ് ആവി. ഇത് ഹബു എന്ന് പറഞ്ഞാൽ പോകൂ,
ജിഗു എന്നോ അങ്ങനെ പ്രയോഗം നടത്തി വരൂ പോകൂ എന്നൊക്കെ ഉള്ളു. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞ സഡൻലി ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ. എന്താ പറയോ, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് വേഗം പോകൂ നിങ്ങൾ. വജന്നത്തിൻ, സ്വർഗ്ഗത്തിലേക്ക്. നമ്മളെ സ്വർഗ്ഗത്തിലേക്കുള്ള യാത്രയാണല്ലോ നമ്മളല്ലേ. ഉമ്മാന്റെ വയറ്റിന് ഭൂമി വന്നത് മുതൽ നമ്മളൊരു ഓട്ടപ്പാച്ചിലാണ്. എങ്ങോട്ടുള്ള ഓട്ടമാണ്? സ്വർഗത്തിലേക്കുള്ള, നമ്മളെ തറവാടിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ ദിനരാത്രങ്ങളിലാണ് നാം ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹ് പറയാൻ, മഹ്ഫറത്ത് വാങ്ങിക്കൊണ്ട് പോണേ. അങ്ങോട്ട് പോകുമ്പോ തറവാടി പോകുമ്പോഴേ കയ്യിൽ എന്തെങ്കിലും കരുതിക്കൊണ്ട് പോണേ, എന്തെങ്കിലും കവറിൽ വാങ്ങിക്കൊണ്ട് പോണേ, എന്തെങ്കിലും ഫ്രൂട്ട്സോ സ്നാക്സോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോണേ എന്ന് പറയണക്ക് ഉടയ തമ്പുരാന്റെ അടുത്ത് തിരിച്ചു ചെല്ലുമ്പോ മഗ്ഫിറത്തുമായിട്ട് പോകണം. എങ്ങനെയുള്ള സ്വർഗം എന്നറിയുമോ? ആകാശഭൂമികളോളം വിശാലതയുള്ള അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുമ്പോ മഗ്ഫിറത്തും വാങ്ങി നിങ്ങൾ പോയി. അല്ലാഹുവിന്റെ സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്. ഇവിടെ ശ്രദ്ധേയമായ പോയിന്റ് എന്ന് പറയുന്നത് മുസ്ലിമീൻ എന്നല്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ഥലം നല്ല സ്വർഗം. പിന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട ഉയർന്ന ഒരു ഗ്രേഡുണ്ട് മുഅ്മിൻ. അതിന്റെ അകത്ത് ഉയർന്ന ഒരു ഗ്രേഡുണ്ട് മുത്തഖി. വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം അല്ലാഹുവിനെ പേടിയുള്ളവർക്കാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആശ്ലേഷിച്ച മുസ്ലിമീങ്ങളാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമാക്കിയ സത്യവിശ്വാസികളാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ കണ്ടീഷൻ അതിനേക്കാൾ കുറച്ചുകൂടി മേളിലോട്ടാണ്. തന്റെ രാവും പകലും, തന്റെ ഊണും ഉറക്കവും അല്ലാഹുവിനെ പേടിച്ച് ചിലവഴിച്ച മുത്തഖീങ്ങളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. സിർറു സൗമിൻ കഫു നഫ്സിൻ യാ അഖീ അൻ കുല്ലി മായി ലൈഹി നഫ്സുൻ തസ്തഹീ. നോമ്പിന്റെ രഹസ്യം അതിന്റെ ഹഖീഖത്ത് എന്തെന്നറിയുമോ? നിന്റെ ശരീരം ആഗ്രഹിക്കുന്ന, മനസ്സിച്ഛിക്കുന്ന ഭാഗത്തെല്ലാം സൂക്ഷ്മതയെ കൊണ്ടുവരലാണ്. നോമ്പ് പിടിക്കുന്നവന്റെ, നോമ്പുകാരന്റെ പ്രഭാതത്തിൽ അവന്റെ മുമ്പിൽ വെള്ളം കണ്ടാലും അന്നം കണ്ടാലും അതിലേക്ക് അടുക്കില്ലവൻ, തൊടില്ലവൻ. തന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും. തന്റെ മുന്നിൽ കണ്ണിന് കാണാൻ പറ്റാത്തത് കണ്ടാൽ കണ്ണ് പിൻവലിഞ്ഞു കളയും. കാണാൻ നോമ്പിന്റെ പ്രതിഫലം പോകും. നാവ് കൊണ്ട് സംസാരിച്ചു വരുമ്പോ ആരുടെയെങ്കിലും പരദൂഷണം കടന്നു വന്നാൽ, ചീത്ത വന്നാൽ, കുറ്റപ്പെടുത്തൽ വന്നാൽ, ഇരട്ടപ്പേര് വന്നാൽ, പരിഹാസം വന്നാൽ പെട്ടെന്ന് നാവടച്ചു വെക്കും. കാരണം നോമ്പിന്റെ പുണ്യം പോകും. എത്രയെത്രയോ നോമ്പുകാരാണ്. അവരെ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവുമല്ലാതെ ഒന്നും ബാക്കിയില്ല. ആ പകലന്തിയോളം കഷ്ടപ്പെട്ട് ഉഷ്ണതയിൽ നോമ്പ് പിടിച്ച പാപങ്ങളെ നിങ്ങളെ നോമ്പ് കൊണ്ട് നാവിനും കണ്ണിനും കാതിനും കൽബിനും നോമ്പില്ലെങ്കിൽ വെറും വിശപ്പും ദാഹവും മാത്രമായി തീരുന്നതാണ്. അങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എന്റെ കണ്ണ് ക്ലിയർ അല്ലെങ്കിൽ, എന്റെ നാവ് ക്ലിയർ അല്ലെങ്കിൽ, എന്റെ ചെവിയിലൂടെ ക്ലിയർ അല്ലാത്തത് കടന്നുപോയാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്നത് കൊണ്ട് തന്നെ ഞാനൊരു സൂക്ഷ്മത പാലിക്കും. കാണാൻ കഷ്ടപ്പെട്ട് പിടിക്കുന്ന നോമ്പാണ്. നോമ്പെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പുണ്യം കൊടുക്കുന്നത്. നിസ്കാരവും അല്ലാഹു തന്നെ, സദഖയും അല്ലാഹു തന്നെ, ഹജ്ജും ഉംറയും അല്ലാഹു തന്നെ, എല്ലാം അല്ലാഹു തന്നെ. പക്ഷേ നോമ്പിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. നാം എത്ര പ്രൈവസിയിലിരിക്കുമ്പോഴും, നമ്മുടെ മുന്നിൽ പലതും വന്ന് ചാടുമ്പോഴും ഒന്നുമില്ലാതെ തൊട്ടുമാറ്റി അകത്തിരിക്കുന്ന ഒരു പവിത്രമായ അമലിന്റെ പേരാണ് നോമ്പ്. സിർറു സൗമിൻ കഫു നഫ്സിൻ യാ അഖീ. സഹോദരാ,
നിന്റെ നോമ്പ്, ആ നോമ്പ് കൊണ്ട് നീ ഉണ്ടാക്കേണ്ടുന്ന മഹാത്മ്യവും അതിന്റെ ഹഖീഖത്തും എന്തെന്നറിയോ? ഏതിനും ഒരു സൂക്ഷ്മതയുടെ ലിമിറ്റ്. പറയുമ്പോ, ചിന്തിക്കുമ്പോ, തൊടുമ്പോ, നടക്കുമ്പോ, കാണുമ്പോ, കേൾക്കുമ്പോ തഖ്വയുടെ ഒരു സൂക്ഷ്മതയുടെ ലെവലേശം കടന്നു വന്നാൽ അതത്രേ നോമ്പിന്റെ കോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തഖ്വ പഠിക്കാൻ വേണ്ടിയാണ്. തഖ്വ എന്നൊരു കോഴ്സാണ് നോമ്പിന്റെ പീരീഡ്. അതിങ്ങനെ മർഹമത്തിന്റെ 10ആയി, മഗ്ഫിറത്തിന്റെ 10ആയി, ഇത്ഖും മിനന്നാരിന്റെ 10ആയി, ലൈലത്തുൽ ഖദ്റും കടന്ന് ശവ്വാലിന്റെ പിറവി കാണുമ്പോൾ മുഅ്മിനേ നീ മുത്തഖിയായി തീരും. അങ്ങനെയുള്ള മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹ് സ്വർഗ്ഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, അല്ലാഹയെ പേടിക്കുന്നവർക്ക് വേണ്ടിയാണത്. ആ പേടിയുടെ കോഴ്സിന്റെ കാലാവധിയാണ് നോമ്പുകാലം. അല്ലാഹുവിന്റെ സ്വർഗം വെച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്. നരകം കാണാൻ വേണ്ടി ഒരു പോക്കുണ്ട് പരലോകത്ത്. എല്ലാരെയും കൊണ്ടുപോകും നരകം കാണിക്കാൻ. എല്ലാരും പോയി കാണേണ്ടി വരും. നരകത്തിനെ എല്ലാരും പോയി കാണേണ്ടി വരും. അത്രേ സന്ദർശിക്കരുത്. അള്ളാന്റെ ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നിങ്ങളെല്ലാരും നരകം കാണാൻ പോകേണ്ടി വരും. എല്ലാരെയും കൊണ്ട് നരകം കാണിച്ചു നിർത്തും അത്രേ. എന്നിട്ട് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എക്സ്പെക്ഷൻ ഒരു പുറത്താക്കലുണ്ട്, ഒരു ഒഴിവാക്കലുണ്ട്. പിന്നെ അല്ലാഹയെ പേടിച്ചവരെ അവിടെ നിന്ന് തിരിച്ചു വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ. തഖ്വ എന്ന സ്വഭാവം ജീവിതത്തിൽ പാടുപെട്ട് പരിശീലിച്ച് ഗുണമായിട്ട് കൊണ്ട് നടക്കുന്നവരെ അവിടെ നിന്ന് പിന്നെ തിരിച്ചെടുക്കുള്ളൂ. അല്ലാതെ നരകം കാണിച്ചതിന്റെ ഭയങ്കരതയും അതിന്റെ ഭീകരതയും അതിന്റെ വെപ്രാളവും അതിന്റെ ദാഹവും അതിന്റെ ബുദ്ധിമുട്ടും അതിന്റെ കഷ്ടപ്പാടും ഒക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ പെട്ടുപോകുന്നോ പറയുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു അവന്റെ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് തഖ്വ നിറച്ചു തരട്ടെ. അല്ലാഹുവിനെ പേടിയുണ്ടാകട്ടെ. വാക്കിലും പ്രവൃത്തിയിലും ഇടപെടലിലും ഇടപാടുകളിലുമെല്ലാം തഖ്വ എന്നൊരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അവർക്ക് വേണ്ടിയാണ് സ്വർഗ്ഗം. വസീഖല്ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. സൂറത്ത് സുമറിൽ അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്. കൂട്ടം കൂട്ടമായിട്ട്, സംഘം സംഘമായിട്ട് സ്വർഗ്ഗത്തിലേക്ക് നയിക്കപ്പെടുകയും മലക്കുകൾ ആശീർവാദവും ആലിംഗനവും ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹു പറഞ്ഞത് വസീഖല്ലദീന തഖവ റബ്ബഹും, റബ്ബിനെ പേടിച്ചവരെ, തഖ്വ ഉള്ളവരെ നയിച്ചു കൊണ്ടുപോകുമത്രേ സ്വർഗ്ഗത്തിലേക്ക്. ഹത്താ ഇദാ ജാഊഹാ, സ്വർഗ്ഗത്തിന്റെ അടുത്തെത്തിയാൽ വഫുതിഹത് അബ്വാബുഹാ, അതിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടാൽ ഖാല ലഹും ഖസനതുഹാ, സ്വർഗ്ഗത്തിന്റെ കാവൽക്കാരവരെ ആശീർവാദത്തോടെ സ്വീകരിച്ചും തിബുതും തിബുതും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ ഇങ്ങനെ നല്ല മംഗളാശംസകൾ നേർന്നുകൊണ്ട് സ്വർഗീയ നിവാസികളായ മുത്തഖീങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ ആശ്ലേഷിച്ച് ആദരിച്ച് ആനയിക്കുമത്രേ. അടക്കെ അല്ലാഹു പറഞ്ഞ സിഫത്ത് ഇത്തഖൗ റബ്ബഹു, അല്ലാഹയെ പേടിച്ചു. അല്ലാഹയെ പേടിക്കുക എന്ന് പറയുമ്പോ നമ്മളെല്ലാ കാര്യത്തിലും പടച്ചറപ്പിന്റെ ഒരു ചിന്തയും ഓർമ്മയും. ഇതിൽ അള്ളാന്റെ കൽപ്പന എന്താ, അള്ളാന്റെ റസൂലിന്റെ നടപടി എന്താ, ഇത് ചെയ്ത അള്ളാഹ് ഇഷ്ടപ്പെടോ, ഇത് തിന്ന അള്ളാഹ് ഇഷ്ടപ്പെടോ, ഇത് കണ്ട അള്ളാഹ് ഇഷ്ടപ്പെടോ, ഇത് കേട്ട അള്ളാഹ് ഇഷ്ടപ്പെടോ, ഇത് ചിന്തിച്ച അള്ളാഹ് ഇഷ്ടപ്പെടോ എന്നൊരു ചിന്ത ഹൃദയത്തിലുണ്ടാകുന്ന ഒരു കലിക്ക്, ഒരു അസ്വസ്ഥത, ഒരു പേടി. അതാണ് തഖ്വ. തഖ്വല്ലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ അഹ്വാറു കുല്ലി ഹബാഇലാ.
തന്നിഷ്ടപ്രകാരം ജീവിക്കുക. നമ്മൾ മലയാളത്തിലൊക്കെ പറയും തോന്നിവാസി എന്ന് പറയില്ലേ, അതാണ് തിബാഉ അഹ്വ, തന്നിഷ്ടം. താൻ എന്ത് ഇഷ്ടപ്പെട്ടോ ആ വഴിക്ക് പോകും. അല്ലാഹു റസൂൽ ഇഷ്ടപ്പെട്ട വഴിക്ക് പോകാൻ വയ്യ. ഏതൊരു കാര്യത്തിൽ തുടങ്ങുമ്പോഴും എന്റെ ഇച്ഛ, സ്വേച്ഛ, സ്വന്തം ഇച്ഛ, തന്നിഷ്ടം, തോന്നിവാസം അതല്ല വേണ്ടത്. പിന്നെ എല്ലാം നമ്മൾ മജ്ബൂറൂന അല്ലാഹുവിന്റെ നടപടികൾക്ക് അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു ഒരു ചിത്രം വരച്ചിട്ടിട്ട് അതിന്റെ അകത്ത് നിന്ന് കളർ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. ആ ഹുദൂദ് തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹാ ഫലാ തഖറബൂഹാ. അത് അല്ലാഹുവിന്റെ ലിമിറ്റേഷൻ ആണ്. നമുക്ക് അടുക്കല്ലേ, അത് വിട്ടു പോവല്ലേ. നിങ്ങൾ എല്ലാ സ്ഥലത്തും ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റിന്റെ അകത്ത് നിന്ന്, പരിധിക്കുള്ളിൽ നിന്ന് ചിത്രങ്ങൾ വരച്ചോളെ നിങ്ങൾ. അതേ പറ്റൂ. അതിനപ്പുറം കടന്നാൽ എല്ലാ നാശത്തിന്റെയും താക്കോലതാണ് തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം. ശരി, നമുക്ക് ഖുർആനിലേക്ക് തിരിച്ചു വരാം. സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്. الذين ينفقون في السراء والضراء. അല്ലാഹു മുത്തഖീങ്ങളുടെ ചെറിയ ചില ഗുണങ്ങൾ അല്ലാഹു ഈ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഗുണം ഇതാണ്. ആരാണ് മുത്തഖീങ്ങൾ എന്നറിയാമോ? അവർ ക്ഷേമത്തിലും ക്ഷാമത്തിലും ചെലവഴിക്കും. പൈസ ഉണ്ടാകുമ്പോൾ ചെലവഴിക്കുന്നല്ല, ആഫിയത്ത് ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നല്ല, സമയം ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നല്ല. അള്ളാഹ്ക്ക് വേണ്ടി അല്ലാഹ് തന്ന ശരീരവും അല്ലാഹ് തന്ന സമ്പത്തും അല്ലാഹ് തന്ന സമയവും ഇൻഫാഖ് ചെയ്യും. അത് മുത്തഖീങ്ങളുടെ ഒരു വിശേഷമാണ്. അത് എല്ലാവർക്കും കിട്ടൂല. പടച്ചറപ്പിന്റെ പേരിലുള്ള തഖ്വയുള്ള മുത്തഖീങ്ങളുടെ ഒരു വിശേഷമാണ് എടുത്തു പറഞ്ഞത്. എങ്ങനെയാണ്? ക്ഷേമവും വരും, ക്ഷാമവും വരും, ഉള്ള സമയം വരും, ടൈറ്റും വരും. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് നന്മ കിട്ടണം, നിങ്ങൾ എന്ത് ചെയ്യണം? ചെലവഴിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനെ ചെലവഴിക്കണം. ഇപ്പൊ നമ്മളെ കയ്യിൽ 10,000 രൂപ ഉണ്ട്, 7,000 രൂപ നോമ്പറ കൊടുക്കണോ വേണ്ടേ? കൊടുക്കണോ വേണ്ടേ? നിങ്ങൾ കൊടുക്കും. പള്ളിക്ക് വേണ്ടി കൊടുക്കണോ? പൈസ കുറച്ച് അക്കൗണ്ടിൽ കിടക്കണം, പെട്ട് പള്ളി കൊടുക്കണം. അതവിടെ കിടന്ന പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ പള്ളിക്കടുത്ത് കൊടുക്കും. നിങ്ങൾക്ക് വരും, നമുക്ക് വീണ്ടും വരും. അങ്ങനെയല്ല. ഇപ്പൊ എന്റെ 1,00,000 രൂപ അക്കൗണ്ടിലുണ്ട്, ഇപ്പം കൊടുക്കാം, കൊടുത്തു. പിന്നെ പോയപ്പോ പിന്നെ ചെന്ന് നോക്കുമ്പോ അത്രയില്ല, കുറച്ച് ഇപ്പൊ കൊടുക്കണ്ട. അങ്ങനെയല്ല. കൊടുക്കാൻ തോന്നുമ്പോഴൊക്കെ കൊടുക്കാവുന്ന അത് കൊടുക്കി. ഒക്കുമ്പോഴും ഇല്ലാത്തപ്പോഴും, ഞെരുങ്ങുമ്പോഴും ഉള്ളപ്പോഴും. അത് ശരീരമായാലും ശരി. എന്തെന്നൂടെ പറഞ്ഞിട്ടുള്ള അമ്വാല എന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ നമുക്ക് ശരീരമായിരിക്കും കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ പോയി സഹായം ചെയ്ത് കൊടുക്കാം. നമ്മളെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എന്താ പറഞ്ഞു? നിങ്ങൾ മാൻ പവർ കൊണ്ട് സഹായിക്കും, മണി പവർ നിങ്ങളെ ഇല്ല നമുക്കറിയാം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, കോളേജിന് വേണ്ടി മാൻ പവർ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. എന്താ മാൻ പവർ? നിങ്ങൾ വന്നിട്ട് ഇവിടെ പിന്നെ ഒരു 100 ഓളവൃക്ഷം തലയിൽ വെച്ച് തുറന്നുകൊണ്ട് വെക്കുന്ന നല്ല മാൻ പവർ ഉദ്ദേശിക്കുന്നത്. അതും മാൻ പവർ ആണ്. അങ്ങനെയുള്ള മാൻ പവർ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്നൊരു മാൻ പവർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്വന്തം കയ്യിലിരിക്കുന്ന മൊബൈലും ഇന്റർനെറ്റ് ഉപയോഗിച്ചൊരു മാൻ പവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്താണ്? നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ, നിങ്ങളുടെ നല്ല നമ്മുടെ വേണ്ടപ്പെട്ടവരെ, നമ്മുടെ ഇഷ്ടപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞ കേൾക്കുന്നവരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യുക. അൽഹംദുലില്ലാഹ് ഒരുപാട് രക്ഷകർത്താക്കൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയുള്ള രക്ഷകർത്താക്കളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട്. അവരെടുത്ത് പറയാം. ഒരുപാട് പ്രവർത്തകർ അൽഹംദുലില്ലാഹ് പലയിടത്തും പറഞ്ഞ് ഒരുപാട് നോമ്പുകൾ എത്തി. അൽഹംദുലില്ലാഹ് ഇനി ഒരു നോമ്പ് തുറ ഇന്ന് ബാക്കിയുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ ഫില്ലായി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇതൊന്നും ഞാൻ ചെയ്തതല്ല. എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളും എൻ്റെ പ്രിയപ്പെട്ട മന്നാനെ സ്നേഹിക്കുന്ന ഒരുപാട് നാട്ടുകാരും അയൽക്കാരും ബന്ധുക്കളും സ്നേഹിതരും എല്ലാവരും ചേർന്നിട്ടുണ്ടാക്കി തന്നതാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ്. അവരിങ്ങനെ മാൻ പവർ വിനിയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെടുത്ത് തരാൻ പൈസ ഇല്ല, പക്ഷെ ഒരു കാര്യം പറ്റുവരെ കൊണ്ട് ഒരാൾക്ക് പറയാൻ പറ്റും, ഇങ്ങനൊരു സംഗതിയുടെ അവിടെ ചെയ്യും. കൊച്ചുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ റമദാൻ അവസാനമാകുമ്പോഴാണ് വർഷത്തിലുള്ള കടങ്ങൾ വീട് 2 ലക്ഷത്തോളം രൂപ കടമൊക്കെ. അത് കൂടാതെ നിങ്ങൾ വീട് എന്തെങ്കിലും സഹായിക്കും, കൊടുക്കും, അവർ കൊടുക്കും. നിങ്ങളുടെ കൂവത്ത് കൊണ്ട് നിങ്ങൾ സഹായിക്കും.
മണി പവർ എപ്പോഴും സപ്പോർട്ടഡ് ആയിക്കൊള്ളണമെന്നില്ല. മാൻ പവർ കൊണ്ടും ചെയ്യാം കാര്യങ്ങൾ. പക്ഷെ അതിന് വേണം അള്ളാന്റെ തൗഫീഖ്. അള്ളാന്റെ ദീനിന്റെ വഴിയിൽ ഒരു ചെറിയ ക്ലിക്ക് ചെയ്യണമെങ്കിൽ മേളിൽ നിന്നുള്ള തൗഫീഖ് വേണം. മേളിൽ നിന്നുള്ള തൗഫീഖ് വേണം. എത്രയോ പേര് ലോകത്തുണ്ട്, അവരെല്ലാവരും ഒന്ന് കൈവച്ച തീരാത്ത കേസാണ്. അല്ല, എല്ലാരെയും അവതരിപ്പിക്കില്ല. എല്ലാരെയും പൈസ അള്ളാഹ് വേണ്ട, എല്ലാരെയും മാൻപവർ അള്ളാഹ് വേണ്ട, എല്ലാരെയും സമയം അള്ളാഹ് വേണ്ട. ചിലർ സമയം അള്ളാഹ് വേണം, ചിലർ സമയം അള്ളാഹ് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ദീനീയ സ്ഥാപനങ്ങൾ പഠിക്കാനാകും ചിലരെ, പഠിക്കാനാകും ചിലരെ, പഠിപ്പിക്കാനാകും ചിലരെ, പാചകത്തിനാകും ചിലരെ, ഖിദ്മത്ത് ചെയ്യാനാകും ചിലരെ, വെള്ളം ഒഴിക്കാനാകും ചിലരെ, സഹായം ചെയ്യാനാകും ചിലരെ, പറയാൻ വേണ്ടിയാകും ചിലരെ, കൊണ്ടെത്തിനാകും ചിലരെ. അല്ലാഹു തിരഞ്ഞെടുത്ത സമയവും സമ്പത്തും കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ ദാലിക അൽഫ മറ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അബയുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാദിമീനൽ ഗൈദ്. ദേഷ്യത്തെ കടിച്ചൊതുക്കുന്നവർ. ചില സമയങ്ങളിൽ നമുക്ക് വല്ലാണ്ട് ദേഷ്യം വരും. വല്ലാത്ത ദേഷ്യം വരുമ്പോഴേക്കും കടിച്ച് പിടിച്ചൊതുക്കണം. അതിന്റെ മുൻപിൻ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട്, കടിച്ചൊതുക്കിയാലുള്ള ഗുണങ്ങളും കടിച്ചൊതുക്കിയില്ലെങ്കിലുള്ള കെടുതികളും ചിന്തിച്ചിട്ട് കടിച്ചു പിടിച്ച് ഒതുക്കിയിരിക്കണം നമ്മൾ. മുത്തഖീങ്ങളുടെ ഗുണമാണത്. ജനങ്ങൾക്ക് അഫ്വ ചെയ്തു കൊടുക്കുന്നവർ, മാപ്പ് ചെയ്തു കൊടുക്കുന്നവർ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു ഇത്തരത്തിലുള്ള മുഹ്സിനീങ്ങളെ, നന്മയുടെ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. ശ്രദ്ധിക്കണം, ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും. പല ദുർബല നിമിഷങ്ങളിലൂടെയും പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും. പലപ്പോഴും പല തെറ്റുകളിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോകും. അറിഞ്ഞും അറിയാതെയും ദുർബലമായ ഈമാനിന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളുടെയൊക്കെ ഈമാനിന്റെ കുറവ് കൊണ്ട് പ്രതിസന്ധിയിലേക്ക് തെറ്റുപോകും. പക്ഷേ ഇതാ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, ഫാഹിഷത്ത് എന്ന പ്രയോഗം കൂടുതൽ ഖുർആൻ ഉപയോഗിക്കുന്നത് ലൈംഗികമായ കുറ്റങ്ങളെ സംബന്ധിച്ചിട്ടാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വന്തത്തോട് ചെയ്താൽ, ഏത് ദുൽമ സ്വന്തത്തോട്, ഏത് തെറ്റും സ്വന്തത്തോടുള്ള ദുൽമാണ്. നമുക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കുറ്റം ചെയ്യുന്നത്, നമ്മളൊരു കുറ്റത്തിൽ നമ്മൾ വാക്കുകൊണ്ടും പ്രവർത്തിക്കുമ്പോൾ ഒരു കുറ്റം ചെയ്യുന്നത് സ്വന്തം നഫ്സിനോടുള്ള ദുൽമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഈ ശരീരം കൊണ്ട് തെറ്റ് ചെയ്യാനുള്ളതല്ല. അള്ളാഹെ ഓർക്കാനും അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാനും അള്ളാഹിന് വേണ്ടി പ്രവർത്തിക്കാൻ തന്ന ശരീരവും സമ്പത്തും ആയുസ്സും ആരോഗ്യവും പലപ്പോഴും തെറ്റുകളിൽ ഉപയോഗപ്പെടുത്താറുണ്ട്, തെറ്റുകളിലേക്ക് ചെന്ന് വീഴാറുണ്ട്. ഓരോ തെറ്റും സ്വന്തം ശരീരത്തോടുള്ള ദുൽമാണ്. ഇത് ആര് പറഞ്ഞ് മനസ്സിലാക്കി തന്നു? ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമും ഹവ്വ ബീവിയും അലൈഹിസ്സലാം സ്വർഗത്തിൽ ശാശ്വതമായിട്ട് കഴിയാനുള്ള ആഗ്രഹത്തിലാണ് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് പറഞ്ഞു. അപ്പോ ഈ ചെയ്ത തെറ്റിന് അള്ളാഹുവിന്റെ പൊരുത്തമാകണം. ഈ തെറ്റ് അപരാധം അള്ളാഹു ചെയ്തു പോയി. അപ്പൊ അള്ളാഹു പറഞ്ഞ വർത്തമാനം, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം ദുനിയാവിൽ, ഭൂമിയിൽ ശരീഅത്തും നിയമങ്ങളും റൂൾസുകളും ഒക്കെ വരുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടത്തിൽ ആ വിലക്കപ്പെട്ട കനി, അതൊക്കെ അല്ലാഹു നിശ്ചയിച്ചു വെച്ചതും ആ നിശ്ചയത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു എന്നതൊക്കെയാണെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് അല്ലാഹു പഠിപ്പിച്ച ദുആയുടെ വചനങ്ങൾ അതാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ. നമ്മൾ നമ്മുടെ ദേഹങ്ങളോട് അക്രമം പ്രവർത്തിച്ചു പോയി, നമ്മുടെ ദേഹങ്ങളോട് ദുൽമ ചെയ്തു പോയി. അതുകൊണ്ട് നീ നമുക്ക് പുറത്തു തന്നില്ലെങ്കിൽ, നീ നമുക്ക് കരുണ ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അകപ്പെട്ടു പോകും, മിനൽ ഖാസിരീൻ, നഷ്ടമാളുകളിൽ പെട്ടുപോകും. അല്ലാഹു അക്ബർ. ഓരോ തെറ്റും സ്വന്തത്തോട് ചെയ്യുന്ന ദുൽമാണ്, അക്രമമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സ്വന്തത്തോട് ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? അവർ അല്ലാഹുവിനെ ഓർക്കും.
അവർ അള്ളാഹുവിനെ ഓർക്കും. പടച്ചോനെ ഞാൻ ചെയ്തു പോയല്ലോ, പറഞ്ഞു പോയല്ലോ, ചിന്തിച്ചു പോയല്ലോ, കേട്ടുപോയല്ലോ, അള്ളാഹിനെ ഓർക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ പാവങ്ങൾക്ക് വേണ്ടി പടച്ചോനെ മാപ്പാക്കണേ, പടച്ചോനെ പൊരുത്തപ്പെട്ട് തന്നെ അള്ളാഹ് ചെയ്തു പോയല്ലോ, എന്തൊക്കെ ചെയ്യാം, മാപ്പാക്കണേ മാപ്പാക്കണേ. നമ്മുടെ കൂട്ടുകാരെടുത്ത് പറയാറില്ലേ, നമ്മൾ അധ്യാപകർക്ക് പറയാറില്ലേ, നമ്മൾ അങ്ങനെ വേണ്ടുന്നവരടുത്തൊക്കെ ദുനിയാവിൽ പറയാറില്ലേ? അതുപോലെ ഭൂമിയിൽ ഒറ്റയ്ക്ക് കയറിയും ഒഴിവെടുത്തിട്ട് മുസല്ലി വരുത്തപ്പെടണം. അള്ളാഹിനോട് സംസാരിച്ച് നോക്കി നിങ്ങൾ, അള്ളാഹു ആ ഒരു ആത്മീയ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നത് നമുക്കറിയാൻ പറ്റും. അങ്ങനെ സംസാരിക്കണം നമ്മൾ വന്നിടയ്ക്ക്. അള്ളാഹിന്റെ ഖുർആനിൽ അള്ളാഹിനോടുള്ള സംസാരമാണ്. അള്ളാഹ് പറയും, നമ്മൾ കേൾക്കും, നമ്മളോടും അള്ളാഹ് കേൾക്കും. അതാണ് ഖുർആൻ. അപ്പൊ അങ്ങനെ മുസല്ലയിൽ നിന്നിട്ട് പടച്ചറപ്പിന്റെ അടുത്ത് താജ് നിസ്കരിച്ചിട്ട് അള്ളാഹ് മാതാക്കനെ പൊരുത്തപ്പെടണേ, അള്ളാഹ് ഒരു തെറ്റിന്റെ പേര് നാളെ പിടിച്ചു നിർത്തല്ലേ, നാണം കെടുത്തല്ലേ, വഷളാക്കല്ലേ എന്ന് പറയാൻ ചെയ്തു നോക്കി. പാപങ്ങൾക്ക് അവർ ഇസ്തിഗ്ഫാർ ചെയ്യും. പടച്ചറപ്പല്ലാതെ ആരാണ് നമുക്ക് പുറത്തു തരാനുള്ളത് എന്ന് മാത്രമല്ല, പിന്നെ അവർ ചെയ്തതിന്റെ മേലെ നിത്യമാകുകയില്ല. അറിവുള്ളവരായിരിക്കെ പിന്നെ അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചെന്ന് വീടില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, കാക്ക തൗബ അല്ല. റമളാൻ വരുമ്പോ നഫ്രത്ത് വരുമ്പോ ഇവിടെ ഇരുന്ന് തൗബയും ഓരോ വലിയ തെറ്റുകളിൽ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തൗബയും വീണ്ടും അതിൽ ചെന്ന് ചാടിക്കൊടുക്കും. അങ്ങനെയല്ല, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൗബയുടെ കണ്ടീഷൻ എന്തൊക്കെയാണ്? ഒന്ന് നദാമത്ത്, ഖേദം, ശുദ്ധമായ ഖേദം, ചെയ്തല്ലോ ചെയ്തു പോയല്ലോ, അതിന് പൂർണ്ണമായിട്ട് ഒഴുകി. ഒന്നാമത്തെ കണ്ടീഷൻ ഖേദം, രണ്ടാമത് പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മാറണം. മൂന്നാമത്തത് ഇനി ഫ്യൂച്ചറിൽ, ഇനി ഭാവിയിൽ ആ തെറ്റിലേക്ക് പോകില്ല എന്ന അസ്മെടുക്കണം, നിശ്ചയമെടുക്കണം. മൂന്ന് കണ്ടീഷൻ. ഓക്കെ. എപ്പോ പടച്ചവനും പടപ്പും തമ്മിലുള്ള കുറ്റമാണെങ്കിൽ, ഇനി പടപ്പും പടപ്പും തമ്മിലുള്ള കുറ്റമുണ്ട്, അതിന് പടച്ചോൻ ഇടപെടൂല. പടച്ചോൻ ഭയങ്കര മാന്യനാണ്. എന്താ പറയുക, അന്യന്റെ അതിർത്തി വെട്ടിപ്പിടിച്ചു, അവനെ അടിച്ച്, അവന്റെ പൈസ പിടിച്ചു വാങ്ങിച്ചു. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദ്രോഹം നീ നിന്റെ സഹോദരനോട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ചെയ്തിട്ട് പള്ളിയിൽ പോയി അല്ലെങ്കിൽ തഹജ്ജുദ് വന്ന് പടച്ചറബേ ഞാൻ അവനെങ്ങനെ ചെയ്ത് നീ മാപ്പാക്കണേ, അള്ളാഹ് എടുക്കൂല കേസ്. നീ അവന്റെ അടുത്ത് പോയി ക്ലിയർ ചെയ്തിട്ട് വാ. അതാണ് നാലാമത്തെ കണ്ടീഷൻ. മനുഷ്യനുമായിട്ടുള്ള പടപ്പുകളുമായിട്ടുള്ള തെറ്റുകളിൽ, കുറ്റങ്ങളിൽ, അത് നീ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അത് പറഞ്ഞു പരിഹരിക്കുകയോ പൊരുത്തപ്പെടുകയോ കൊടുത്തുവിടുകയോ ചെയ്യുക. ആക്രമിച്ചതാണെങ്കിൽ മാപ്പ് ചോദിച്ച് തിരിച്ചടി കിസാസായിട്ട് വാങ്ങിച്ചോ. അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് ചെയ്തെങ്കിലും അവരുമായിട്ട് ക്ലിയർ ചെയ്തിട്ട് നീ എന്റെ അടുത്ത് വാ, ആ ചെയ്ത കുറ്റത്തിൽ ഞാൻ മാപ്പ് വരാം. നാലാമത്തെ കണ്ടീഷൻ. അപ്പൊ പടച്ചവനും പടപ്പുമായിട്ടുണ്ടെങ്കിൽ 3 കണ്ടീഷൻ മതി. പടപ്പും പടപ്പുമാണെങ്കിൽ 4 കണ്ടീഷൻ വേണം. അതാണ് തൗബത്തൻ നസുഹാ. ലഅല്ലകും തുസ്ലിഹൂൻ. ജയിക്കണമോ, വിജയിക്കണമോ, രക്ഷപ്പെടണമോ? ഉലൈക ജസാഉഹും മഗ്ഫിറത്തുൻ മിൻ റബ്ബിഹിം. അവർക്കുള്ള കൂലി എന്നറിയാമോ? ഇങ്ങനെ ചെയ്യുന്നവർക്കുള്ള കൂലി എന്നറിയാമോ? അവിടെ റബ്ബിന്റെ ഭാഗത്തുനിന്നുള്ള മഗ്ഫിറത്ത്. വജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന ആരാമങ്ങളും കിട്ടും അവർക്ക്. എന്താ പറയുക? ഖാലിദീന ഫീഹാ. അവരതിൽ ശാശ്വതരായിരിക്കും. ആ ശാശ്വതരായിരിക്കും. ഇങ്ങനെയൊക്കെ അമൽ ചെയ്യുന്ന ചില ആൾക്കാരാണ്. അള്ളാഹ് പറയും, ഇങ്ങനെയൊക്കെ അമൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തു വരുന്നവരെ ഇത്ര നല്ല ആൾക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് ഞാൻ ആദ്യം ഓതിയത്. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദഖൽതുൽ ജന്ന. ഞാൻ ഇങ്ങനെ സ്വർഗ്ഗത്തിൽ കയറി ചെന്നപ്പോഴേ, മൂന്നിരിക്കൽ ശ്രദ്ധിച്ച് കേട്ടി, വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. ഞാൻ ഇങ്ങനെ സ്വർഗ്ഗത്തിൽ കയറി ചെന്നപ്പോ കാണാം, ഫറഅയ്തു ഫീ ആലിലത്തിൽ ജന്നത്തിൽ മക്തൂബൻ സലാസത്തു അസ്തുരി.
സ്വർഗത്തിന്റെ വാതിൽപ്പടിയുടെ അവിടെ 3 വരി എഴുതി വെച്ചേക്കുന്നു. 3 വരി. അതിലൊന്ന് എന്താ കൊണ്ട് എഴുതിയത്? ബിസ്സഹബി, സ്വർണം. ലാബി മാഹിദബി, സ്വർഗത്തിന്റെ വെള്ളം കൊണ്ടല്ല, തനി സ്വർണം കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ് 3 വരി. സ്വർഗത്തിന്റെ വാതായനത്തിന്റെ അവിടെ എഴുതി വെച്ച 3 വരികൾ ഒന്നിങ്ങനെയാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓരോ നബിമാരും കണ്ടിട്ട് ഇങ്ങനെ അന്തപ്പെട്ട് നോക്കി, അള്ളാഹിന്റെ കൂടെ എഴുതി വെച്ച ഈ മനുഷ്യൻ ആരായിരിക്കും? അള്ളാഹിന്റെ കൂടെ ഒരു മനുഷ്യന്റെ പേരെഴുതി വെക്കാൻ മനുഷ്യൻ അള്ളാഹ് എത്ര ഇഷ്ടമായിരിക്കും? ആദം നബി അലൈഹിസ്സലാം ഹവ്വ അലൈഹിസ്സലാമിനെ വിവാഹം ചെയ്യാൻ നേരത്ത് മഹർ കൊടുക്കണമല്ലോ. മഹറൊന്നുമില്ല, എന്താ ചെയ്യാ? മഹർ ഇപ്പം എന്താ കൊടുക്കുക? അങ്ങനെ പറഞ്ഞപ്പോഴാണ് അള്ളാഹു നിന്റെ ഇഷ്ടപ്പെട്ട ആളിനെയാണല്ലോ നിന്റെ പേരോട് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ നബിയുടെ പേരുള്ള സലാത്ത് ചൊല്ലിയിട്ട് മഹർ കൊടുത്തിട്ടാണ് ആദം നബി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരി, രണ്ടാമത്തെ വരി ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണേ: മാ ഖദ്ദംനാ വജദിനാ വമാ കൽനാ റബിനാ വമാ ഖല്ലഫ്നാ ഖസിർനാ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ CPU-യിൽ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിൽ എഴുതി വെക്കേണ്ട പോയിന്റാണിത്. മാ ഖദ്ദംനാ വജദിനാ, നമ്മൾ മുന്നോട്ട് കൊടുത്തത് നമുക്ക് കിട്ടി. വമാ കൽനാ റബിനാ, നമ്മൾ തിന്നത് നമുക്ക് ലാഭമായി. വമാ ഖല്ലഫ്നാ ഖസിർനാ, നമ്മൾ പിന്തിച്ചിട്ട് പോയത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്തെ വരി എന്താ പറഞ്ഞത്? നമ്മൾ ചെയ്ത നന്മകളില്ലേ, നമ്മൾ നമ്മുടെ പരലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി നമ്മൾ റമദാൻ വന്നപ്പോ, പള്ളി നിർമ്മാണം വന്നപ്പോ, പല കാര്യങ്ങൾ വന്നപ്പോ നമ്മളെടുത്ത് ചെലവഴിച്ചതില്ലേ, അത് നമുക്ക് കിട്ടും, കിട്ടിയിരിക്കും. അതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയ ഒരു കാര്യം എന്നറിയാം, നമ്മൾ തിന്ന് നമുക്ക് ലാഭമായി. നമ്മൾ തിന്ന് നമുക്ക് ലാഭമായി. ഒന്നാമത് പറഞ്ഞത് നമ്മൾ കൊടുത്തത്, നമ്മൾ ദാനം ചെയ്തത്, നമ്മൾ ചെയ്ത നന്മകളൊക്കെയും നമ്മൾ ചെയ്തത് ഒന്നാമത്തെ സെക്ഷനിൽപ്പെട്ടു. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ സമ്പത്തിൽ നിന്ന് എന്ത് ഉപയോഗപ്പെട്ടു? നീ തിന്നതും നീ കൊടുത്തതും, അതൊക്കെ ലാഭമായി. ഇനി മൂന്നാമത്തെ എന്താണ്? നമ്മൾ ബാക്കി വെച്ചത്, നമ്മൾ അവശേഷിപ്പിച്ചത് അത് പോയി, നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി അടുത്ത തലമുറയ്ക്ക് അത് കിട്ടിയോ കിട്ടിയില്ല, നന്മയ്ക്ക് ഉപയോഗിക്കോ തിന്മയ്ക്ക് ഉപയോഗിക്കോ, അത് ദുനിയാവിനോ ആഖിറത്തിനോ ആർക്കും അറിയില്ല. നിനക്ക് നിന്റെ സമ്പത്ത് എന്ന നിലയിൽ അള്ളാഹു കനിഞ്ഞു നൽകിയ ശരീരവും സമ്പത്തും സമയവും ആരോഗ്യവും അത് മേലോട്ട് നോക്കി പടച്ചറപ്പിനും പരലോകം നോക്കി കൊടുത്തിട്ടുണ്ടാ, അത് അവിടെ കിട്ടും. പിന്നെ എന്ത് ബാക്കി? നീ തിന്നത്. ബാക്കിയൊക്കെയും നിനക്ക് മിസ്സായി, നിനക്ക് നഷ്ടമായി. രണ്ടാമത്തെ വരി. മൂന്നാമത്തെ വരി ഇങ്ങനെയാണ്: ഉമ്മത്തുൻ മുദ്നിബത്തുൻ വറബ്ബുൻ ഗഫൂർ. ഒരുപാട് സമൂഹങ്ങൾ സ്വർഗ്ഗത്തിൽ കയറാണ്. നമ്മൾ മാത്രമല്ല, മുഹമ്മദിയ ഉമ്മത്ത്, മുഹമ്മദിയ എന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്ത് മാത്രമല്ല, ഒരുപാട് സമൂഹങ്ങൾ, ഈസബിയ, ഇബ്രാഹിമിയ, മൂസബിയ, ഒരുപാട് സമൂഹങ്ങൾ കയറി ചെല്ലാണ്. ആ കയറി ചെല്ലാണ് സ്വർഗത്തിന്റെ വാതായനത്തിൽ എഴുതി വെച്ച 3 വരിയിൽ മൂന്നാമത്തത്: പാപം ചെയ്യുന്ന സമുദായവും വല്ലാതെ പുറത്തു കൊടുക്കുന്ന നാഥനും. എത്ര ഹൃദയസ്വത്താണെന്നറിയാം. റബ്ബിന് നമ്മളോടുള്ള സ്നേഹവായ്പും കാരുണ്യത്തിന്റെ മഹ്ഫറത്തിന്റെ ആ വിശാലത വരികളിൽ പ്രതിഫലിച്ചു നിൽക്കുന്നുണ്ട്. ഈ ഉമ്മത്തിന് അങ്ങനെയാണ്. കുല്ലു ബനീ ആദമ ഖത്താഊന, മനുഷ്യരെല്ലാം തെറ്റുകാരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, പക്ഷേ തെറ്റുകാരിൽ ഉത്തമർ പശ്ചാത്തപിക്കുന്നവരാണ്. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റില്ലാത്ത ആരാടെ? നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ അള്ളാഹ് ഈ ഉമ്മത്തിനെ എടുത്ത് അതിന് വേറെ ഉമ്മത്തിനെ കൊണ്ടുവരും. എന്നിട്ട് അവർ തെറ്റ് ചെയ്യും, അള്ളാഹിനോട് കൊടുക്കല്ല ചെയ്യണം. അപ്പൊ പ്രശ്നം എത്രയേ ഉള്ളൂ? നമ്മളൊന്ന് മടങ്ങാൻ തീരുമാനിക്കുക, നമ്മളൊന്ന് മാറാൻ ചിന്തിക്കുക. പടച്ചറപ്പേ, എന്റെ ഗഫൂറായ റബ്ബ്, റബ്ബുൻ ഗഫൂർ, ഉമ്മത്തും മുദ്നിബ റബ്ബുൻ ഗഫൂർ. പാപം ചെയ്യുന്ന ഒരു സമുദായവും വല്ലാതെ പൊറുക്കണ റബ്ബ്. റബ്ബുൻ ഗാഫിർ എന്ന ഇസ്മുമായിലായിട്ട് പറഞ്ഞെങ്കിൽ പൊറുക്കണ റബ്ബ്. പക്ഷേ ഗഫൂർ എന്നുള്ള സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. എന്ന് പറഞ്ഞാൽ ഗഫൂർ, ശക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാതെ ശുക്ർ ചെയ്യുന്നവൻ, വല്ലാതെ പുറത്തു കൊടുക്കുന്നവൻ. അല്ലാഹു ഗഫൂർ
റഹീമാ. അല്ലാഹു നമുക്ക് പുറത്തിരട്ടെ, അല്ലാഹു നമുക്ക് പുറത്തിരട്ടെ. പറഞ്ഞതിന്റെ ഹക്ക് കൊണ്ട്, കേട്ടതിന്റെ ഹക്ക് കൊണ്ട് വന്നിരുന്ന് ഇത്രയും സമയം പരിശുദ്ധ റമദാൻ ഇൽമിന് വേണ്ടി ചെലവഴിച്ചതിന്റെ ചൂടത്ത്, ഇത്രയും ഉഷ്ണത്തിൽ നോമ്പ് പിടിച്ച് ദാഹിച്ചിട്ടൊക്കെ വന്ന് ഇത്രയും നേരം നമ്മൾ ഇരുന്നല്ലോ. ഇതിന്റെ ഹക്ക് കൊണ്ട് പടച്ചിറപ്പോന്റെ മഗ്ഫിറത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.